ദേശീയ തലത്തിലാണെങ്കിൽ RSSന്റെ ഫാസിസ്റ്റ് രാഷ്ട്രീയം, അതിൻ്റെ രാഷ്ട്രീയമായ BJP, അവർക്കും മുഖ്യ എതിരാളി ഇടതുപക്ഷമാണ്, കമ്മ്യൂണിസ്റ്റുകാരാണ്. കേരളത്തിലെ കോൺഗ്രസ് എന്നേ ഗാന്ധി നെഹ്റു മൂല്യങ്ങളെല്ലാം മറന്നവർ, മഹാത്മാഗാന്ധിയെയും നെഹ്റുവിനെയും ഒരിക്കലും ഓർക്കാത്തവർ, അവർക്കും മുഖ്യ എതിരാളി ഇവിടെ ഇടതുപക്ഷമാണ്. അതുകൊണ്ട് ഈ അന്ധമായിട്ടുള്ള ഇടതുപക്ഷ വിരോധത്തിൻ്റെ അടിത്തറയിൽ നിന്നുകൊണ്ട് സാമ്രാജ്യവാദത്തിൻ്റെ രാഷ്ട്രീയവും RSSന്റെയും BJPയുടെയും ഫാസിസ്റ്റ് രാഷ്ട്രീയവും കോൺഗ്രസ് ഇവിടെ ഗാന്ധി നെഹ്റു മൂല്യങ്ങളെ മറന്ന് പിന്തുണപ്പിൻ രാഷ്ട്രീയവും കൈകോർത്ത് പിടിച്ചുകൊണ്ട് ഞങ്ങളെ ചെറുക്കുമെന്ന് ഞങ്ങൾക്കറിയാം. അതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് രാഷ്ട്രീയമായി പോരാടി രാഷ്ട്രീയമായി വിജയിക്കും എന്നുറപ്പോടുകൂടി തന്നെയാണ് ഞങ്ങൾ LDFകാർ ആ മുദ്രാവാക്യം ആവർത്തിക്കുന്നത്. മറ്റാരുണ്ട് LDF അല്ലാതെ എന്ന ആ ചോദ്യത്തിൻ്റെ സ്ഥാനാർത്ഥികളായി, അതിൻ്റെ ഭടന്മാരായും പടയാളികളുമായും ജനങ്ങൾക്ക് മുമ്പിൽ അണിനടക്കാൻ പോകുന്ന 140 മണ്ഡലങ്ങളിലെയും LDF സ്ഥാനാർത്ഥി പട്ടികയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ 25 പേർ ഇവരായിരിക്കും. ഞാനത് വായിക്കുന്നു. വടക്കുന്ന് ഇങ്ങോട്ടാണ്. കാഞ്ഞങ്ങാട് അഡ്വക്കേറ്റ് സഖാവ് ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ, നാദാപുരം അഡ്വക്കേറ്റ് സഖാവ് P. വസന്തം, തിരൂരങ്ങാടി സഖാവ് അജിത് കൊളാടി, മഞ്ചേരി മുസ്തഫ VM, അദ്ദേഹം സ്വതന്ത്രമായിട്ട് മത്സരിക്കും LDF പിന്തുണയോടുകൂടി. യാറനാട് അഡ്വക്കേറ്റ് സഖാവ് ഷഫീർ കിഴിശ്ശേരി, പട്ടാമ്പി സഖാവ് മുഹമ്മദ് മൊഹസീൻ, മണ്ണാർക്കാട് സഖാവ് മൻസിൽ അബൂബക്കർ, തൃശൂർ സഖാവ് ആലങ്കോട് ലീലാകൃഷ്ണൻ, ഒല്ലൂർ അഡ്വക്കേറ്റ് സഖാവ് രാജൻ, നാട്ടിക സഖാവ് ഗീത ഗോപി, കയ്പമംഗലം സഖാവ് KK വത്സരാജ്, കൊടുങ്ങല്ലൂർ സഖാവ് VR സുനിൽകുമാർ, പറവൂർ സഖാവ് ET ടേസൺ മാസ്റ്റർ, മൂവാറ്റുപുഴ സഖാവ് N അരുൺ, ചേർത്തല സഖാവ് P പ്രസാദ്, ഹരിപ്പാട് സഖാവ് TT ജിസ്മോൻ, വൈക്കം സഖാവ് P പ്രദീപ്, പീരുമേട് സഖാവ് K സലിംകുമാർ, അടൂർ സഖാവ് പ്രിജി ശശിധരൻ, G കണ്ണൻ എന്നും വിളിക്കപ്പെടും, പുനലൂർ സഖാവ് അജയപ്രസാദ് C, ചടയമംഗലം സഖാവ് J ചിഞ്ചുറാണി, കരുനാഗപ്പള്ളി അഡ്വക്കേറ്റ് MS താര, ചാത്തന്നൂർ അഡ്വക്കേറ്റ് സഖാവ് R രാജേന്ദ്രൻ, നെടുമങ്ങാട് അഡ്വക്കേറ്റ് സഖാവ് GR അനിൽ, ചെറിയൻകീഴ് സഖാവ് മനോജ് B ഇളമന. ഇതാണ് 25 CPF സ്ഥാനാർത്ഥികൾ. ഇനിയൊന്നുമില്ലല്ലോ. മിക്ക സ്ഥലത്തും ഇന്ന് ആരംഭിക്കും. ചിലയിടത്ത് ചില പ്രാക്ടിക്കലായ കാരണങ്ങളാൽ നാളെ ആയിരിക്കും. LDF സജ്ജമാണ്. മാത്രമല്ല ക്യാമ്പയിൻ തീയതി സമയം കുറയുമ്പോൾ LDFന് ഒരു വലിയ ആശ്വാസമുണ്ട്. പ്രധാനമായിട്ടും പണമില്ലായ്മ ഞങ്ങളുടെ പ്രശ്നമാണ്. വാരിക്കോരി എറിയാൻ പണമില്ല LDFന്. ഞങ്ങൾക്കായി ആരും ചീത്തപ്പണം കരുതി വയ്ക്കുന്നുമില്ല. അതുകൊണ്ട് എത്രയും ചുരുങ്ങിയ ദിവസം പണം ചെലവഴിച്ചാൽ മതിയോ അത്രയും സന്തോഷമുണ്ടാകും ഞങ്ങൾക്ക് LDFകാർക്ക്. രണ്ടാമത്തേത് കഠിനമായ ചൂടാണ്. ഈ ചൂടത്ത് വേണം LDF പ്രവർത്തകന്മാരും എല്ലാ രാഷ്ട്രീയ പ്രവർത്തകന്മാരും ക്യാമ്പയിനിലേക്ക് ഇറങ്ങിത്തിരിക്കാനും വീടുവേടാന്തരം പോകാനും വോട്ടർമാരെ കാണാനുമില്ല. അതുകൊണ്ട് ഇത്രയും കൊടിയ ചൂട് സഹിച്ചുകൊണ്ട്
എത്രയും ചുരുക്കം ദിവസം അവർക്ക് പ്രയാസപ്പെട്ടാൽ മതിയാകും എന്നൊരു അനുകൂല കാര്യവും ഞങ്ങൾ കാണുന്നുണ്ട്. ഇലക്ഷൻ കമ്മീഷനോട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും LDF ആവശ്യപ്പെടുന്നു, ഈ തെരഞ്ഞെടുപ്പ് നീതിപൂർവകമാകണം, ഈ തെരഞ്ഞെടുപ്പ് സ്വതന്ത്രമാകണം, ഈ തെരഞ്ഞെടുപ്പിൽ ജനഹിതമല്ലാത്ത മറ്റൊന്നിനും കൈകടത്താൻ ഇടം കൊടുക്കാൻ പാടില്ല. അർഹതപ്പെട്ട എല്ലാ വോട്ടർമാർക്കുമുള്ള വോട്ടവകാശം ഉറപ്പാക്കപ്പെടണം. ഇതുകൂടി LDF വേണ്ടി, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി ഞങ്ങൾ ആവശ്യപ്പെടുന്നു.